ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോ തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടുക്കളയിടത്തിലെ കൃഷിയിടം എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഹെയർ ബോ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഫയർ ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഡ്സാണ് ഇന്ന് എടുക്കുന്നത്. ഈ സ്റ്റോണാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വയർ ബോ ഇന്ന് ആവശ്യമുണ്ട്. 2 വയർ ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബഹളമൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഈ സ്റ്റോൺ നമ്മൾ ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റോൺ ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുക. ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി നമ്മൾ ഇവിടെ 2 ഹോളുണ്ട്, അപ്പുറം ഇപ്പുറം. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ഒരേപോലെ ഇട്ട് കൊടുക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറ്റാൻ. അപ്പം നമുക്ക് ഇട്ടിട്ട് വരാം. അപ്പം നമ്മൾ 2 സ്റ്റോൺ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ബാക്കി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ബീഡ്സും ഗ്ലൂവും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2ലും ഒരേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. 3 mm ആണ് ബീഡ്സ് എടുത്തേക്കുന്നത്. കോഴിയുള്ളതുകൊണ്ട് ഭയങ്കര ശബ്ദം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓണ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഈ 2 ഹെയർ ബോ വെച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് പിന്നെ ബിസിനസ് അല്ലാതെ നമ്മൾ ഫ്രീ ആകുമ്പോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ മനസ്സൊക്കെ ഫ്രീ ആയി ഹാപ്പി ആവും. നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ചെറിയ ചെറിയ വീട്ടിൽ ഇരുന്ന് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ നമ്മൾ ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ടൈമിൽ നമുക്ക് ഒരു ഏണിങ്സും ആവും, നമ്മളും കുറച്ച് ഫ്രീ ആവും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. മെയിനായിട്ട് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്കതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ പകുതിക്കിട്ടിട്ട് പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള വർക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടപ്പെടുക അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്താണോ ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ ക്രാഫ്റ്റ് വർക്കാണെങ്കിൽ നമുക്കത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് സൈഡിൽ വരുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നോ? കമൻറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഓടേണ്ടി വന്നു, തുണി പറക്കാൻ പോയേ, മഴ വരുന്നേ. ഇത് എടുക്കുന്ന വീഡിയോ 24-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. 2 ദിവസം കഴിയും. മറ്റന്നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കത്തുള്ളൂ.
നമുക്കിതിന് എൻഡ് ടേപ്പും കൂടി വേണം. എൻഡ് ടേപ്പ് ചില ആൾക്കാർ ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ വെച്ച് അങ്ങോട്ട് എൻഡ് ടേപ്പ് ഒട്ടിക്കും. പക്ഷെ എനിക്കതത്ര ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഞാൻ എല്ലാത്തിനും ഈ സൈഡ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ ഒട്ടിക്കുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എനിക്ക് കുറച്ച് ഫിനിഷിങ് തോന്നുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ. നമുക്കിതിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ച് എൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ദേ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ദേ ഇവിടെ നമ്മൾ നടുക്ക് 3 ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഗ്ലൂ വെച്ച് ഒട്ടിക്കണം, എന്നാലേ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മളിവിടെ ബാലൻസ് നമുക്കിതേ ബീഡ് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എന്തേ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഇതുപോലത്തെ ഇത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് ആക്കാമെന്ന്. ഇത് ഇനി ഈ സൈഡിലും നമുക്ക് വെക്കാം, സൈഡിലും ആക്കാം. എനിക്ക് കുറച്ചും കൂടി ഇതാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് രീതിയിൽ ഐഡിയയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ബൈ.